ഹായ് ഓൾ ഇൻവെസ്റ്റ് കേരളയുടെ ടുഡേസ് മാർക്കറ്റ് ആൻഡ് ടുമോറോസ് ഔട്ട്ലുക്കിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്ന് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ഒരു ഫ്ലക്ച്വേഷൻ ദൃശ്യമായിരുന്നു. പല ഘട്ടങ്ങളിലും മാർക്കറ്റ് ഒരു നെഗറ്റീവ് മോഡിലേക്ക് മൂവ് ചെയ്തിരുന്നു. നൂൺ സെഷന് ശേഷം മാർക്കറ്റ് ഒരു സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുന്നതാണ് കണ്ടത്. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് പല പോസിറ്റീവ് ഗ്ലോബൽ കേസുകളാണ്. യൂറോപ്യൻ മാർക്കറ്റ് അതുപോലെ ഏഷ്യൻ മാർക്കറ്റുകളിലെ എക്കണോമിക് ഡാറ്റ ഒരു നല്ല സിഗ്നൽ നൽകുന്നുണ്ട്. അതുതന്നെയായിരുന്നു മാർക്കറ്റിനെ ഒരു റിക്കവറി മോഡിലേക്ക് നയിച്ചതും നൂണിന് ശേഷം മാർക്കറ്റ് ഒരു ഗെയിനിലേക്ക് വന്നതും. അതുപോലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പുറത്തുവരുന്ന ഓട്ടോ സെയിൽസിന്റെ ഡാറ്റകൾ ഒരു പോസിറ്റീവ് സിഗ്നലാണ് നൽകുന്നത്. അതുകൊണ്ടായിരുന്നു പല ഓട്ടോ സ്റ്റോക്കുകളിലും ഇന്നൊരു അപ്മൂവ് ദൃശ്യമായത്. മാർക്കറ്റിനെ മെയിനായി സപ്പോർട്ട് ചെയ്ത സ്റ്റോക്കുകൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, റിലയൻസ്, ടാറ്റ അതുപോലെ ഇൻഫോസിസ് തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു. അതുപോലെ ഇന്ന് സുപ്രീം കോടതിയിൽ മൊറട്ടോറിയം കേസ് നടക്കുന്നതും മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് എഫക്റ്റ് സൃഷ്ടിച്ചിരുന്നു. അതുകൊണ്ടായിരുന്നു കോട്ടക് മഹീന്ദ്ര ബാങ്ക്, SBI സ്റ്റോക്കുകളിൽ ഒരു പ്രഷർ ദൃശ്യമായത്. HDFC ബാങ്ക് മോർണിംഗ് സെഷനിൽ ഒരു പോസിറ്റീവ് മൊമെന്റമായിരുന്നു കാഴ്ചവെച്ചത്. അൾട്രാടെക് സിമെന്റും ടെക് മഹീന്ദ്രയിലും ഒരു അപ്മൂവായിരുന്നു ഇന്ന് ദൃശ്യമായത്. അതുപോലെ ഫ്യൂച്ചർ ഗ്രൂപ്പ് സ്റ്റോക്കുകളിൽ ഇന്നൊരു പ്രഷർ ദൃശ്യമായിരുന്നു. പല സ്റ്റോക്കുകളിലും ഇന്നൊരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു ദൃശ്യമായത്. ടെലികോം സെക്ടർ ഇന്ന് അപ്മൂവിലേക്കായിരുന്നു മൂവ് ചെയ്തത്. വോഡോഫോൺ 9%, ഭാരതി ഇൻഫ്രാടെൽ, ഭാരതി എയർടെൽ അതുപോലെ ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഒരു അപ്മൂവായിരുന്നു ഇന്ന് മോർണിംഗ് സെഷനിൽ ദൃശ്യമായത്. ബജാജ് ഓട്ടോ സ്റ്റോക്കിൽ ഇന്നൊരു പ്രഷർ ദൃശ്യമായിരുന്നു. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ സെയിൽസിൽ വന്ന ഇടിവ് തന്നെയാണ്. അവരുടെ സെയിൽസിൽ 9% ഇടിവ് വന്നിരുന്നു. അത് തന്നെയായിരുന്നു സ്റ്റോക്കിനെ ഇന്നൊരു നെഗറ്റീവായി എഫക്ട് ചെയ്തത്. ഇന്ന് നിഫ്റ്റി 50 64 പോയിന്റോളം അപ്പായി 11,535 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ 91 പോയിന്റോളം അപ്പായി 7,976 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ബാങ്ക് 62 പോയിന്റോളം അപ്പായി 23,874 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി എനർജി 184 പോയിന്റോളം അപ്പായി 17,857 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസ് 3 പോയിന്റോളം ഡൗൺ ആയി 11,490 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി FMCG 99 പോയിന്റോളം അപ്പായി 31,084 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി IT 262 പോയിന്റോളം അപ്പായി 18,076 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മീഡിയ 54 പോയിന്റോളം അപ്പായി 1,648 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മെറ്റൽ 44 പോയിന്റോളം അപ്പായി 2,541 പോയിന്റിലും നിഫ്റ്റി ഫാർമ 64 പോയിന്റോളം അപ്പായി 11,404 പോയിന്റിലുമാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 50ലെ ടോപ്പ് ഗെയിനേഴ്സ് സി എന്റർടൈൻമെന്റ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ടാറ്റ മോട്ടോഴ്സ്, ഭാരതി ഇൻഫ്രാടെൽ അതുപോലെ അദാനി പോർട്ട് തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു. ടോപ്പ് ലൂസേഴ്സ് എന്ന് പറയുന്നത് ബജാജ് ഓട്ടോ, ബജാജ് മോട്ടോർ കോപ്പ്, ഏഷ്യൻ പെയിന്റ്, നെസ്ലെ അതുപോലെ സൺഫാർമ തുടങ്ങിയ സ്റ്റോക്കുകളിലായിരുന്നു ഒരു പ്രഷർ ഇന്ന് ദൃശ്യമായത്. ഇന്ന് സെൻസെക്സ് 185 പോയിന്റോളം അപ്പായി 39,086 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. സെൻസെക്സിലെ ടോപ്പ് ഗെയിനേഴ്സ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, പവർ ഗ്രിഡ്, ടാറ്റ സ്റ്റീൽ, ഇൻഡസ്ലാൻഡ് ബാങ്ക്, റിലയൻസ്, HCL ടെക് തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു. ടോപ്പ് ലൂസേഴ്സ് എന്ന് പറയുന്നത് ആക്സിസ് ബാങ്ക്, കോട്ടക് മഹീന്ദ്ര, NTPC, HUL, നെസ്ലെ തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു ഒരു പ്രഷർ ഇന്ന് ദൃശ്യമായത്. വോഡോഫോൺ സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് സെപ്റ്റംബർ 4 കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് ചേരുന്നതാണ്. ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയാണ് ബോർഡ് മീറ്റിംഗ് ചേരുന്നത്. പബ്ലിക് ഇഷ്യൂ അതുപോലെ പ്രൈവറ്റ് പ്ലേസ്മെന്റ് അടക്കമുള്ള മെത്തേഡ് വഴിയാണ് കമ്പനി ഫണ്ട് റേസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതിന് സ്റ്റോക്കിനെ ഒരു പോസിറ്റീവ് എഫക്ട് നൽകിയിരുന്നു. സ്റ്റീൽ സ്ട്രിപ്പ് സ്റ്റോക്കിൽ നിന്ന് ഏകദേശം 3% ഒരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ പുതിയ ഓർഡർ തന്നെയാണ്. ഏകദേശം 1.17 മില്യന്റെ ഒരു ഓർഡറാണ് അവർക്ക് US നിന്ന് ലഭിച്ചത്. അതായിരുന്നു സ്റ്റോക്കിനെ ഇന്നൊരു അപ്മൂവിലേക്ക് നയിച്ചത്. ONGC സ്റ്റോക്കിൽ മോർണിംഗ് സെഷനിൽ ഒരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് തന്നെയാണ്. മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തതിലും ഒരു നല്ല റിസൾട്ടാണ് അവർ പബ്ലിഷ് ചെയ്തത്. അതുകൊണ്ടായിരുന്നു സ്റ്റോക്ക് ഇന്ന് അപ്മൂവിലേക്ക് മൂവ് ചെയ്തത്. ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഇന്നൊരു തീരുമാനം വന്നിരുന്നു. അതായത് 2030 അവരുടെ ലോണ്ടറി പ്രോഡക്റ്റ് അതുപോലെ ക്ലീനിങ് പ്രോഡക്റ്റുകളുടെ ഫോർമേഷൻ റീപ്ലേസ് ചെയ്തുകൊണ്ട് 100% കാർബൺ ഡിറൈവ്ഡ് ഫോസിൽ ഫ്യൂൽ വിത്ത് റിന്യൂവബിൾ കാർബണിലേക്ക് മാറുമെന്ന് അവർ അറിയിച്ചിരുന്നു. ഇത് കമ്പനിയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് കാര്യമാണ്. അതുപോലെ സോളാർ സെക്ടറിനെ സംബന്ധിച്ച് ഒരു ന്യൂസ് വന്നിരുന്നു. അതായത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ചൈനീസ് സോളാർ പ്രോഡക്റ്റുകളുടെ സർട്ടിഫിക്കറ്റ്സ് അതുപോലെ അതിന്റെ അപ്രൂവൽ വൈകുന്നതുകൊണ്ട് ചൈനീസ് സോളാർ പ്രോഡക്റ്റുകൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്ന അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. ഇത് ഇന്ത്യയിലെ സോളാർ ഡെവലപ്പേഴ്സിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ന്യൂസാണ്. ഇത് ഇൻവെസ്റ്റേഴ്സ് ക്ലോസ് ആയി വാച്ച് ചെയ്യേണ്ട ഒരു ന്യൂസാണ് വരും ദിവസങ്ങളിൽ. കഴിഞ്ഞ നാളുകളിൽ ഗവൺമെന്റ് പ്രോഡക്റ്റുകൾക്ക് BIS മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് നെസസറി ആക്കിയിരുന്നു. അതുതന്നെയാണ് ചൈനീസ് പ്രോഡക്റ്റുകളെ നെഗറ്റീവായി എഫക്ട് ചെയ്തതും.
അദാനി ഗ്രൂപ്പ് ഷെയറുകളിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് മാരികോം ക്യാപിറ്റൽ ഗ്രൂപ്പിന്റെ ഒരു സർവേ പ്രകാരം അദാനി ഗ്രീൻസ് ആണ് ഏറ്റവും വലിയ സോളാർ ഡെവലപ്പേഴ്സ്. ഏകദേശം 2.3 GW ഓപ്പറേഷണൽ പ്രോജക്റ്റുകളാണ് ഇവരുടെ കയ്യിലുള്ളത്. അതുതന്നെയായിരുന്നു ഈ സ്റ്റോക്കിനെ ഇന്നൊരു പോസിറ്റീവായി എഫക്റ്റ് ചെയ്തത്. രത്തൻ ഇന്ത്യ ഗ്രൂപ്പ് അവരുടെ സോളാർ പ്ലാന്റ് സെൽ ചെയ്തിട്ടുണ്ട്. ഏകദേശം 1670 കോടി രൂപക്കാണ് അവരുടെ സോളാർ പ്ലാന്റ് സെൽ ചെയ്തത്. അത് വാങ്ങിച്ചത് ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ പാർട്ട്നേഴ്സ് ആണ്. ഏകദേശം 306 MW കപ്പാസിറ്റിയുള്ള സോളാർ പ്ലാന്റ് ആണ് അവർ സെൽ ചെയ്തത്. എംബസി ഇൻഡസ്ട്രിയൽ പാർക്കിന്റെ അറിയിപ്പുണ്ടായിരുന്നു. ബിലാസ്പൂർ ഗുരുഗ്രാവിൽ അവർ ഏകദേശം 300 കോടിയോളം ഇൻവെസ്റ്റ് ചെയ്യും 40 ഏക്കറിന്റെ വെയർഹൗസ് നിർമ്മിക്കാൻ വേണ്ടി. ഇത് മെയിനായും കൊമേഴ്സ് പ്ലെയേഴ്സിന് നൽകാൻ വേണ്ടിയായിരിക്കും. ഇത് ഈ കമ്പനിക്ക് വരും സമയങ്ങളിൽ നല്ലൊരു പ്രോഫിറ്റബിൾ ബിസിനസ്സായി മാറുമെന്ന് കമ്പനി അറിയിച്ചിരുന്നു. LIC ഹൗസിംഗ് ഏകദേശം 50,500 കോടി രൂപയോളം NCDC വഴി സമാഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന ഒരു ന്യൂസും മാർക്കറ്റിൽ ഇന്ന് വന്നിരുന്നു. വരും ദിവസങ്ങളിൽ അപ്കമിംഗ് AGMൽ അതിന്റെ അപ്രൂവൽ ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് നേടുമെന്ന് അറിയിച്ചിരുന്നു. ലൂപ്പിൻ ഷെയറിൽ അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ലൂപ്പിൻ ഒരു പുതിയ ജനറിക് മെഡിസിൻ പുറത്തിറക്കിയിട്ടുണ്ട്. അതുതന്നെയായിരുന്നു സ്റ്റോക്കിനെ ഇന്നൊരു പോസിറ്റീവായി എഫക്റ്റ് ചെയ്തത്. US മാർക്കറ്റിലായിരുന്നു ഡ്രഗ് പുറത്തിറക്കിയത്. ഇനി നമുക്ക് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിലെ നാളത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെക്ക് ചെയ്യാം.